ഫ്രണ്ട്സ്, ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ നിങ്ങളുടെ 4-5 ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഗ്രൂപ്പിലുള്ള ഒരാൾ നിങ്ങളെപ്പറ്റി ഒരു ജോക്ക് അടിക്കുന്നു. നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞ് നിങ്ങളെ അവരുടെ മുമ്പിൽ വെച്ച് അയാൾ കളിയാക്കുന്നു. ഇത് കേട്ട് അവിടെയുള്ള എല്ലാവരും ചിരിക്കുന്നു. നിങ്ങളാകട്ടെ ആകെ ഫ്രീസായി പോകുന്നു. ഇവിടെ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ എന്തു ചെയ്യും? ഒന്നില്ലെങ്കിൽ അയാൾ അതും കേട്ട് അവിടെ നിസ്സഹായനായി നിൽക്കും, അല്ലെങ്കിൽ അയാളോട് ആർഗ്യൂ ചെയ്യും. എന്നാൽ ഡാർക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്യില്ല. അയാൾ നെർവസ് ആകില്ല, ദേഷ്യപ്പെടില്ല. അയാൾ എന്തു ചെയ്യുമെന്നാൽ നേരെ നിന്ന് തന്നെ കളിയാക്കിയ ആളുടെ കണ്ണുകളിലേക്ക് ഒരു 3 സെക്കൻഡ് നോക്കും. അതിനുശേഷം വളരെ കാമായി ചോദിക്കും, ഓ, ഇത് നിനക്ക് അത്രയും തമാശയായിട്ട് തോന്നുന്നുണ്ടോ എന്ന്. ബട്ട് നിങ്ങളുടെ ആ ഒരു സൗണ്ടിൽ ആ ഒരു ദേഷ്യം ഉണ്ടാവാൻ പാടില്ല, ക്യൂരിയോസിറ്റി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു ചെറിയ കുട്ടിയോട് ചോദിക്കുന്നത് പോലെ ആയിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം തന്നെ ആ ഒരു സ്ഥലം മുഴുവനായിട്ടും നിശബ്ദമായി മാറും. എല്ലാവരുടെ മുഖത്തുനിന്നും ആ ഒരു ചിരി ഇല്ലാതാകും. അതുവരെ നിങ്ങളെ കളിയാക്കിയ ആൾ നിങ്ങളെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങും. അയാൾ നെർവസ് ആകും. ഇതാണ് ഡാർക്ക് കോൺഫിഡൻസ്. ഇവിടെ നിങ്ങൾ ഉച്ചത്തിൽ ശബ്ദിക്കാതെ, തർക്കിക്കാതെ ആ ഒരു മുഴുവൻ സ്ഥലത്തെയും നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള ഡാർക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന 4 റൂൾസിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ടോട്ടൽ കോൺഫിഡൻസ് ലെവലിനെ തന്നെ മാറ്റിമറിക്കും. സോ റൂൾ നമ്പർ 1, ദ ഒബ്സർവർ ഈസ് ആൾവേസ് സ്ട്രോങ്ങർ ദാൻ ദ റിയാക്ടേഴ്സ്. നമ്മുടെ ലോകത്തിലെ 99% ആളുകളും റിയാക്ടേഴ്സാണ്. ആരെങ്കിലും അവരെ ചീത്ത പറഞ്ഞാൽ ഉടനെ തന്നെ അവർ ദേഷ്യപ്പെടും. പുകഴ്ത്തി പറഞ്ഞാൽ അമിതമായിട്ട് സന്തോഷിക്കും. ഇനി അവരെ അവഗണിച്ചാൽ അവർ സങ്കടപ്പെടും. ഇവരുടെ കൺട്രോൾ എന്നുള്ളത് മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും. എന്നാൽ ഡാർക്ക് കോൺഫിഡൻസ് ക്രിയേറ്റ് ആവുന്നത് ത്രൂ ഒബ്സർവേഷനിലൂടെയാണ്. ഒരു സർജൻ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കൂ. ഓപ്പറേഷൻ സമയത്ത് രക്തം വരുമ്പോൾ അയാൾ നെർവസ് ആവൂ? ഒരിക്കലുമില്ല, അല്ലേ? കാരണം അയാൾ ഇമോഷണലായിട്ട് ചിന്തിച്ചാൽ ആ ഒരു പേഷ്യൻ്റ് മരിച്ചു പോകും. ഇതുകൊണ്ട് തന്നെ അയാൾ വളരെ കാമായിരിക്കും. സോ അടുത്ത പ്രാവശ്യം നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, ആരാണെങ്കിലും ശരി, അവർക്ക് ഉടനെ മറുപടി കൊടുക്കാതിരിക്കുക. ഒരു 2 സെക്കൻഡ് പോസ് എടുക്കുക. ആ ഒരു സമയത്ത് അവരുടെ മുഖം ശ്രദ്ധിക്കുക. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഭയം പോകും. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയപ്പെടുകയല്ല. സൈലൻസ് വളരെ പവർഫുള്ളാണ്. നിങ്ങൾ റിയാക്ട് ചെയ്യാതെ ഇരുന്നാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നറിയാതെ മറ്റുള്ളവർ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. റൂൾ നമ്പർ 2, കൺട്രോൾ എവരി വൺ ത്രൂ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഇൻ്റർവ്യൂവർ നിങ്ങളുടെ മുഖത്തടിച്ച രീതിയിൽ പറയുകയാണ്, ഈ ജോലിക്ക് നിങ്ങൾ ശരിയാവും തോന്നുന്നില്ല എന്ന്. ഇവിടെ ഒരു സാധാരണ ആളാണെങ്കിൽ ഉടനെ തന്നെ, ഇല്ല സാർ, ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും, പ്ലീസ് എന്ന് പറഞ്ഞ് കെഞ്ചും. എന്നാൽ ഡാർക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാൽ, ഇൻട്രസ്റ്റിംഗ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് സെറ്റാകില്ല എന്ന് തങ്ങൾക്ക് തോന്നുന്നത് എന്ന് അവരുടെ കണ്ണിൽ നോക്കി ചോദിക്കും. ഇപ്പോൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും. കാരണം ചോദ്യം ചോദിക്കുന്ന ആളുടെ പക്കൽ മാത്രമേ അധികാരം ഉണ്ടായിരിക്കുള്ളൂ. സോ നിങ്ങളിങ്ങനെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ തന്നെ മാറും. എപ്പോഴാണോ സിറ്റുവേഷൻ നിങ്ങളുടെ കൺട്രോളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഡോമിനൻ്റ് ആയിട്ട് മാറും. സോ നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ, അതിപ്പോൾ നിങ്ങളുടെ ബോസ് ആണെങ്കിലും ശരി, എല്ലാവരും സൈലൻ്റ് ആൻഡ് വീക്കായിട്ട് മാറും. ഫ്രണ്ട്സിന് നിങ്ങൾക്കൊന്ന് സ്ട്രോങ് ആയിട്ട് മാറണം. നിങ്ങളിൽ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ് ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ അൺലോക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. റൂൾ നമ്പർ 3, സ്പീക്ക് ട്രൂത്ത് വിത്തൗട്ട് ഹെസിറ്റേഷൻ. സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ കൈയും കാലും വിറയ്ക്കുന്നുണ്ടോ? ഡോണ്ട് വറി, ഭയപ്പെടാതെ മൈക്ക് പിടിച്ച് ഓപ്പണായി പറയുക, ഞാൻ കുറച്ച് നെർവസാണ്, ബിക്കോസ് ഈ ഒരു സ്പീച്ച് നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇപ്പോൾ ഓഡിയൻസ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആകും. കാരണം സത്യം പറയാൻ അതിന് കുറച്ച് ഗഡ്സ് വേണം. നുണ പറയുന്നവരാണ് ഭയപ്പെടുന്നത്. ഭയമില്ലാത്തവർ സത്യം തുറന്നു പറയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പോലെ തോന്നുന്നുണ്ടായിരിക്കും. എന്നാൽ ഇത് ഡാർക്ക് കോൺഫിഡൻസിലെ ഒരു പ്രീമിയം ടെക്നിക്കാണ്. ചിരിച്ചുകൊണ്ട് ഒരു സത്യം നിങ്ങൾ പറയുമ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് മാറും.
റൂൾ നമ്പർ 4, ദ ഡിറ്റാച്ച്മെൻറ്റ്. സീ ദീസ് ലൈക്ക് എ ഗെയിം. ഈ ഒരു ലോകത്തെ ഒരു വീഡിയോ ഗെയിം പോലെ കാണുക. ബാക്കി എല്ലാവരും ക്യാരക്ടേഴ്സാണ്, നിങ്ങളാണ് പ്ലെയർ. ഗെയിമിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുമോ? ഇല്ല അല്ലേ? ഇതുപോലെ ഒരു ഗേൾ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കാതെ ജസ്റ്റ് പ്രാക്ടിക്കലായി കൂടി ചിന്തിക്കുക. എന്നെ റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? എൻ്റെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഞാൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇമോഷണലായിട്ട് ഡൗൺ ആകില്ല, നിങ്ങൾ മറ്റുള്ളവരെക്കാളും സ്ട്രോങ് ആയിട്ട് മാറും. നമ്മുടെ ലൈഫ് ഒരു ഗെയിം പോലെയാണ്. ഇവിടെ നിങ്ങളുടെ ഇമോഷൻസിനേക്കാളും നിങ്ങളുടെ അപ്രോച്ച് സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ഗെയിം ക്യാരക്ടേഴ്സിനെ പോലെ ട്രീറ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇനി ലാസ്റ്റ്, നിങ്ങൾക്ക് നന്നായിട്ട് ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാതിരിക്കുക. എൻ്റെ ശരീരത്തിൽ ദേഷ്യം വരുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുക. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ഇമോഷൻസിനേക്കാളും നിങ്ങൾ സ്ട്രോങ് ആണെന്ന് കാണിക്കും. സോ നിങ്ങളുടെ ഇമോഷൻസ് എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒപ്പം ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.